2000-ലധികം ഏക്കറിലായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ക്യാമ്പസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പാലക്കാടാണ്. പാലക്കാട് നമ്മൾ കോയമ്പത്തൂർ പോകുമ്പോൾ വൈസ് പാർക്ക് എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് 9 കിലോമീറ്റർ മാറിയിട്ട് അഹല്യ ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് നോളജ് വില്ലേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് 2000-ലധികം ഏക്കറിലുള്ള ഈ ഒരു സ്ഥലത്ത് ഇതിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റൽസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ആയുർവേദം മരുന്ന് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്, അതുപോലെ തന്നെ ആയുർവേദം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടക്കം ഉള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെയാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഒരു റിസോർട്ട് പോലുള്ള കോട്ടേജുകൾ താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആയുർവേദ ചികിത്സ നടത്താനായിട്ട് സാധിക്കും. (2005) മുതൽ, അതായത് ഏകദേശം ഇന്ത്യയിൽ ഈ ഒരു സ്ഥാപനം അഹല്യ ഗ്രൂപ്പ് വന്നിട്ട് 18 വർഷത്തോളമായി. ഇപ്പോൾ ഈ ഒരു ക്യാമ്പസിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന പാലക്കാടുള്ള ഈ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഐ ഹോസ്പിറ്റലുണ്ട്, ചിൽഡ്രൻ ആൻഡ് വുമൻസ് ഹോസ്പിറ്റലുണ്ട്, അതുപോലെ ഡയബറ്റിക് ഹോസ്പിറ്റലുണ്ട്. അതോടൊപ്പം തന്നെ ആയുർവേദിക് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുണ്ട്. ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ചികിത്സകളും കിട്ടുന്ന ഒരു സ്ഥലമാണ്. നമുക്കിവിടെ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ചധികം ദിവസങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ലേക്ക് ഹൗസുകളുണ്ട്. ലേക്ക് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു തടാകത്തിൻ്റെ തീരത്ത് നമുക്ക് സ്റ്റേ ചെയ്തിട്ട് നമുക്ക് ആയുർവേദ ചികിത്സ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഏകദേശം ഒരു റിസോർട്ടിൻ്റെ തന്നെ രീതിയിലുള്ള എല്ലാത്തരം സൗകര്യങ്ങളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും ആയുർവേദ മെഡിക്കൽ കോളേജിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളൊപ്പം ഇപ്പോൾ ഉള്ളത് ഡോക്ടർ അജേഷ് പിള്ള സാറാണ്. സാറ് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ്, പ്രത്യേകിച്ച് ഈ ഒരു ലേക്ക് ഹൗസിനെ കുറിച്ചും അതുപോലെ തന്നെ അഹല്യനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അഹല്യ ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അബുദാബിയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അങ്ങനെ ഒരു അഹല്യ ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് നോളജ് വില്ലേജ് എന്ന് തുടങ്ങിയതാണ് ഇവിടെ. അപ്പോൾ അതിൽ ഹെൽത്ത് ഉണ്ട്, ഹെറിറ്റേജ് ഉണ്ട്, നോളജ് ഉണ്ട്. ഈ ക്യാമ്പസ് കറങ്ങി നമുക്കതെല്ലാം കാണാൻ. കോളേജസ് ഉണ്ട്, ഒരു ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്, അത് പഴയ കലാസംസ്കാരം അതിനെ വളർത്താൻ വേണ്ടി. പിന്നെ നമ്മുടെ ഹെൽത്തിൽ മോഡേൺ മെഡിസിനും ഉണ്ട്, ആയുർവേദവും ഉണ്ട്. ആയുർവേദത്തിന് വളരെയേറെ പ്രോത്സാഹനം ഈ ഒരു സ്ഥാപനത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പ്ലാന്റേഷനുണ്ട്, ആയുർവേദ കോളേജുണ്ട്, മെഡിസിൻ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്. അതുകൂടാണ്ട് നമുക്ക് ലക്ഷറി ആയിട്ടുള്ള ഈ ലേക്ക് ഹൗസ് പോലത്തെ സാധനങ്ങളുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് സ്റ്റാൻഡേർഡ് റൂംസും നമുക്ക് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ലേക്ക് ഹൗസിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ലേക്ക് ഹൗസിൻ്റെ കാര്യങ്ങൾ ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. 10 വർഷത്തോളം ആകാറായി ഇത്തരത്തിലുള്ള ലേക്ക് ഹൗസുകളോട് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആദ്യം 6 ബ്ലോക്കുകളൊക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ 2020 ആയപ്പോഴേക്കും 10 അതിനുശേഷം 2023 ആയപ്പോഴേക്കും 22ഓളം ലേക്ക് ഹൗസുകൾ ഇവിടെ ഇപ്പോൾ പ്രവർത്തന സജ്ജമാണ്. ഇവിടുത്തെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വരുമ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു പ്രകൃതിയോടൊക്കെ ഇണങ്ങിയുള്ള ഒരു രീതിയിലാണ് ഇവിടുത്തെ ലേക്ക് ഹൗസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സിറ്റി ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ വളരെ സ്ട്രെസ്സായിട്ടുള്ള ബിസി ലൈഫിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ജീവിത തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു തടാകത്തിൻ്റെ തീരത്ത് ഈ പ്രകൃതിയിലെ കാഴ്ചകളെ കണ്ട് പ്രകൃതിയോടെ ഇണങ്ങി വളരെ റിലാക്സ്ഡ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ലേക്ക് ഹൗസുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് തടാകങ്ങളുണ്ട്. ശരിക്കും ഇവിടുത്തെ തടാകങ്ങളെല്ലാം മനുഷ്യനിർമ്മിതമാണ്. ഇത്തരം തടാകങ്ങളുടെ തീരത്താണ് നമുക്ക് താമസിക്കാനുള്ള ലേക്ക് ഹൗസുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു വീട്, അതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു വീടിനുള്ളിൽ തന്നെ ചികിത്സയും ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ലേക്ക് ഹൗസിനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് റൂമുകളുണ്ട്. അതിൽ 24 മണിക്കൂറും നമുക്ക് ഇവരുടെ സപ്പോർട്ട് കിട്ടുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ഡെയിലി ചെക്കപ്പിന് വേണ്ടിയിട്ട് വരും. അതുമാത്രമല്ല, സെപ്പറേറ്റ് നേഴ്സിംഗ് സ്റ്റേഷൻ തന്നെ ഇതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തെറാപ്പിസ്റ്റുകൾ അടക്കമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടിക്ക് വന്ന് അതിവിടെ പാർക്ക് ചെയ്ത്
കുറച്ച് ദിവസം ജീവിത തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിനോദയാത്രകൾക്കൊക്കെ പോകുന്നത് പോലെ അല്ലെങ്കിൽ ഒരു റിസോർട്ടിലൊക്കെ താമസിക്കുന്നത് പോലെയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആയുർവേദ ചികിത്സ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ലഭിക്കും എന്നതാണ് ഇത്തരം ലേക്ക് ഹൗസുകളുടെ പ്രത്യേകത. അഹല്യയിൽ വന്നിട്ട് ഞാനൊരു തെറാപ്പി എടുത്തിട്ടോ. അഭ്യംഗം എന്ന് പറഞ്ഞാൽ ബോഡി മസാജ്, അതുപോലെ ഫേസ് മസാജ്, ഹെഡ് മസാജ്, സ്റ്റീം ബാത്തൊക്കെ ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലേക്ക് ഹൗസ് ഇല്ലേ, ആ ലേക്ക് ഹൗസിൽ തന്നെയാണ് കേട്ടോ നമുക്കും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബോഡി മസാജാണ്. ഈ ബോഡി മസാജ് ചെയ്യാനായിട്ട് ഇവിടെ തെറാപ്പിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർ എണ്ണ ചൂടാക്കിയ ശേഷം നല്ല രീതിയിൽ നമുക്ക് ബോഡി മസാജ് ചെയ്ത് കിട്ടും. തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗത്തും അവർ നന്നായിട്ട് മസാജ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ആകാനായിട്ട് ഇത് വളരെ സഹായിക്കും. അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ ഒക്കെ കൂട്ടാനായിട്ട് ഇത് നല്ലതാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ശരീരത്തിൻ്റെ എവിടെയെങ്കിലും പെയിനൊക്കെ ഉണ്ടെങ്കിൽ, വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഇത് സഹായിക്കും. അതുമാത്രമല്ല വളരെ ബിസി ആയിട്ടുള്ള വർക്ക് ലൈഫുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വളരെ സ്ട്രെസ്സായിരിക്കും ഈ ജോലിയുടെ തിരക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബോഡി മസാജ് ചെയ്യുന്നതിലൂടെ ആ സ്ട്രെസ് അങ്ങ് മാറിക്കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. അപ്പോൾ സ്ട്രെസ്സൊക്കെ മാറി നല്ലൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ബോഡി മസാജുകൾ ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാനിവിടെ ഫേസ് മസാജും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ പ്രത്യേകമായിട്ട് മുഖത്ത് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്തത് ഹെഡ് മസാജാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്ട്രെസ്സിന് നല്ലൊരു റിലീഫ് കിട്ടും എന്നുള്ളതാണ്. ഈ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരമാണ്. പുതിയ മുടി ഉണ്ടായിട്ട് അത് നന്നായിട്ട് വളരാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഈ BP ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനത്തെ ഹെഡ് മസാജുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്തത് സ്റ്റീം ബാത്താണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇല്ലേ, അതൊക്കെ നന്നായിട്ട് കൂടുകയും അതുമാത്രമല്ല പല അസുഖങ്ങൾക്കും ഇത് നല്ലതാണ്. പ്രത്യേകിച്ചും ശരീരവേദന മാറാനും അല്ലെങ്കിൽ ശരീരത്തിൽ കെട്ടിക്കിടക്കണ കുറേ അഴുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്റ്റീം ബാത്തുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അഹല്യയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാം. അതുമാത്രമല്ല പല അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെയുള്ള ലേക്ക് ഹൗസുകൾ താമസിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പേഷ്യൻസ് ആദ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. ഈ കാണുന്നത് കണ്ട, ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ഔട്ട് പേഷ്യൻ്റ് സെക്ഷനാണ് ഈ ഭാഗത്തല്ലേ? അതെ അതെ, ഔട്ട് പേഷ്യൻ്റ്. അപ്പോൾ ഇൻ പേഷ്യൻ്റ് ആണെങ്കിൽ IP പേഷ്യൻസ് ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകും. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഫാർമസി ഉണ്ട്. നമുക്ക് മരുന്നൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ തന്നെ അതിനുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം പേഷ്യൻസ് ഉണ്ടെന്നുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് നമുക്ക് കാണാം. ഇത് OP സെക്ഷൻ അല്ലേ? OP സെക്ഷനാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ കാണുന്നതെല്ലാം OP സെക്ഷനാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് പേഷ്യൻ്റ് IP അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് എല്ലാം ഫസ്റ്റ് ഫ്ലോറിലാണ്. സെക്കൻഡ് ഫ്ലോറിൽ കോളേജാണ്. ഈ സെക്കൻഡ് ഫ്ലോർ മൊത്തം കോളേജിന്റെ ക്ലാസ് റൂംസ് ഒക്കെ ഫ്ലോറാണ്. ഓ ശരി. ഈ മറ്റേ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ചുറ്റും കാണുന്നത് ഡോക്ടേഴ്സിന്റെ OPDs ആണ്. നമുക്ക് സുമാറ് ഒരു 40ഓളം ഡോക്ടേഴ്സ് ഉണ്ട്, കൺസൾട്ടിങ് ഡോക്ടേഴ്സ് ഉണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ആയുർവേദത്തിൽ 8 ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. ഒന്ന് കായ ചികിത്സ, ശല്യം, ശാലക്യ, പ്രസൂതി, അതുപോലെ കൗമാരഭൃത്യ, അങ്ങനെ സ്വസ്ഥവൃത്ത എന്ന് പറഞ്ഞുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ജനറൽ മെഡിസിൻസ്, അതുപോലെ പൈൽസിന് ഉള്ളത്, അങ്ങനെയുള്ള വിവിധ മറ്റേ അനുബന്ധ രോഗങ്ങൾക്കുള്ളതെല്ലാം നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ പ്രധാനമായിട്ട് പേഷ്യൻസ് വരുന്നത് എന്ത് അസുഖത്തിനായിരിക്കും? നമുക്ക് മെയിനായിട്ട് പേഷ്യൻസ് വരുന്നത് നടുവേദന, സ്പോണ്ടിലോസിസ്, അതുപോലെ മറ്റേ ഈ ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെയാണ് കൂടുതൽ വരുന്നത്. മോസ്റ്റ്ലി പേഷ്യൻസ് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. പൊള്ളാച്ചി, ദിണ്ടുഗൽ, പാലക്കാട് ബോർഡർ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഒരു ദിവസം ഒരു 150ഓളം OP നമുക്ക് ഉണ്ടാവും. ഉണ്ടല്ലേ? ഉണ്ട്. അതുപോലെ IP നമുക്ക് ഇപ്പോൾ തന്നെ 120ഓളം IP നമുക്ക് അഡ്മിഷൻ ഇപ്പോൾ ഉണ്ട്. മറ്റേ ഫോറിൻ പേഷ്യൻസും വരാറുണ്ട്. വിദേശ ഓസ്ട്രേലിയ, അതുപോലെ അമേരിക്ക,
വിദേശ രാജ്യങ്ങളിൽ നിന്നും പിന്നെ സൗദി അറേബ്യയിൽ നിന്നൊക്കെ നമുക്ക് ആൾക്കാർ പേഷ്യൻസ് വരാറുണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആംബിയൻസ് ആണ്. ഇപ്പോൾ ഇതൊരു നടുമുറ്റം പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, അതിൻ്റെ മുറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വലിയൊരു ആൽമരം കാണാം. ഇവിടെ വരുമ്പോൾ തന്നെ ഈ ഒരു ആംബിയൻസ് കാണുമ്പോൾ തന്നെ നമ്മുടെ അസുഖം മാറും തോന്നുന്നു, എനിക്ക് അങ്ങനെ തോന്നുന്നത്. അതെ അതെ, ആംബിയൻസ് കാണുമ്പോൾ തന്നെ മാറും. പല പേഷ്യൻസും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ശല്യതന്ത്ര അല്ലേ, ശല്യതന്ത്ര എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഓപ്പറേഷൻ സെക്ഷനാണ്. അപ്പോൾ ഇത് ഡോക്ടർ ശ്രീനാഥ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് കാലിൽ നമ്മൾ അട്ടേനെ വെച്ചിട്ട് അശുദ്ധരക്തം എടുക്കണം. ഇത് എന്താണ് ആക്ച്വലി ഇതിൻ്റെ പ്രൊസീജിയർ? ഇത് ആക്ച്വലി ഇതൊരു TAO എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അപ്പോൾ ത്രോംബോ ആൻജൈറ്റിസ് ഒബ്ലിറ്ററൻസ് എന്ന് പറഞ്ഞിട്ട് സ്മോക്കിംഗ് ഒക്കെ കാരണം വരുന്ന ഒരു കണ്ടീഷനാണ്. അങ്ങനെ കാലിൻ്റെ രക്തക്കൊഴലുകളൊക്കെ ചെറുതായി നാരോ ആയി അവിടേക്ക് രക്തസഞ്ചാരം ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇവിടെ ആംബ്യൂട്ടേഷൻ അല്ല ഗാംഗ്രീൻ കണ്ടീഷൻ പോലെ, അതാണ് ബ്ലാക്കിഷ് പോലെ ആയിരിക്കുന്നത്. സ്ലോലി അത് കൊഴിഞ്ഞു പോകും. ഈ ഗാംഗ്രീൻ ആയിട്ടുള്ളത് വിരൽ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ അട്ടേനിടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ അശുദ്ധ രക്തം കളയുക, പിന്നെ ഒരു കൊളാട്രൽ സർക്കുലേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ അവിടെ ലീച്ചിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ സർക്കുലേഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗാംഗ്രീനസ് ആവാൻ പോകുന്നതിന് തടയാൻ പറ്റും. അപ്പോൾ നേർബൈ നമുക്ക് ഈ ലിംബ് സേവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അട്ട ചോര കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് ഛർദ്ദിപ്പിച്ച് കളയും, അങ്ങനെയല്ല? അതെ അതെ, ഫസ്റ്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യും ഒരു ലീച്ചിന്, അതായത് മെഡിസിനൽ ലീച്ചാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹിരിഡോ മെഡിസിനാലിസ് എന്ന് പറഞ്ഞിട്ടൊരു വകഭേദത്തിൽ വരുന്ന ലീച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിനൊന്ന് ആക്ടിവേറ്റ് ചെയ്യും, പിന്നെ നമ്മൾ അതിനെ കടുപ്പിക്കും. പിന്നെ ഒരു 40-45 മിനിറ്റ്സ് കഴിയുമ്പോൾ അപ്പോഴേക്കും അത് ബ്ലഡ് കുടിച്ചിട്ടുണ്ടാവും. പിന്നെ താനെ അത് വിടും. അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ ഇത്തിരി മഞ്ഞപ്പൊടി അതിൻ്റെ മൗത്തിൻ്റെ അവിടെ ഇടുമ്പോൾ അത് വിടും. പിന്നെ അതിനെ നമ്മൾ ഛർദ്ദിപ്പിച്ച് കളയും. ഈ ദുഷ്ടരക്തം കംപ്ലീറ്റ് അത് ഛർദ്ദിപ്പിച്ച് കളയും. പ്രോപ്പറായിട്ട് ഛർദ്ദിപ്പിച്ചില്ലെങ്കിൽ അട്ട മരിക്കാനും ഇന്ദ്രമതം എന്നാണ് നമ്മളതിനെ നമ്മുടെ ടേമിൽ പറയാം. അപ്പോൾ പ്രോപ്പറായിട്ട് വൊമിറ്റ് ചെയ്തില്ലെങ്കിൽ അട്ട മരിച്ചു പോകാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെ അടുത്താണ്. ഡോക്ടർ MD ഷീബ മാഡം നമ്മുടെ അപ്പോൾ ഉണ്ട്. മാഡം നമസ്കാരം. നമസ്കാരം. ഇവിടെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? നമ്മൾക്ക് ഇവിടെ 4 ബാച്ചായിട്ടാണ് കുട്ടികൾ. 4.5 വർഷത്തെ കോഴ്സാണ്. 1 ഇയർ ഹൗസ് സർജൻസി. അപ്പോൾ ഫുൾ ബാച്ച് ഇപ്പോൾ പുതിയ കുട്ടികളും ജോയിൻ ചെയ്തു ഫസ്റ്റ് ഇയർ. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉണ്ട്. പക്ഷേ അതിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയുർവേദ കോളേജാണ്. അതിനോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലും ഉണ്ട്. 200 ബെഡഡ് ഹോസ്പിറ്റലാണ് നമുക്കുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് അതിൽ പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര കുട്ടികൾ പഠിക്കാനുണ്ട് ഇപ്പോൾ? ഒരു ബാച്ച് 60 കുട്ടികളാണ്. ഇൻടേക്ക് 60 കുട്ടികളാണ്. അപ്പോൾ ഹൗസ് സർജൻസ് ഉണ്ടാവും. ഹൗസ് സർജൻസ് ഇപ്പോൾ കയറിയിട്ടുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. അതുകൂടാതെ 4 വർഷത്തെ കുട്ടികളും ഉണ്ട് ഇവിടെ. പിന്നെ അഹല്യ ക്യാമ്പസ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ, നിങ്ങൾ കണ്ടു കാണും, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. ആയുർവേദത്തിനെ സംബന്ധിച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഗ്രീൻ ക്യാമ്പസാണിത്. മെഡിസിനൽ പ്ലാന്റ്സ് നമുക്കിവിടെ ധാരാളം ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അത് വളരെ ഉപകാരമാണ്. അത് വെച്ച് പഠിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ഇതാണ്. പിന്നെ ഗ്രീൻ അഹല്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ വളരെ പ്ലാൻ ബേസ് ആയിട്ട് പഠിക്കാനുള്ള സൗകര്യം കുട്ടികൾക്ക് നല്ലപോലെ ഉണ്ട്. ധാരാളം പേഷ്യൻസാണ്, ഇഷ്ടം പോലെ പേഷ്യൻസ്. പിന്നെ നമ്മൾ ഈ ബോർഡർ ആയതുകൊണ്ട് കൂടുതലും തമിഴ് പേഷ്യൻസാണ് കൂടുതൽ വരുന്നത്. കേരളൈറ്റ്സും ഉണ്ട്, പക്ഷേ കൂടുതലും തമിഴാണ് വരുന്നത്. അപ്പോൾ നല്ല പോലെ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉള്ളൊരു എഡ്യൂക്കേഷണൽ സ്ഥാപനമാണ് ആയുർവേദ കോളേജാണ് അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ്. ഏകദേശം 38ഓളം ഫാക്കൽറ്റീസ് ഇവിടെ, ടീച്ചിങ് ഫാക്കൽറ്റി തന്നെയാണ്. അവരും പേഷ്യൻസിനെ നോക്കുന്നുണ്ട്. പിന്നെ കൺസൾട്ടൻസ് ആയിട്ട് ഒരു 12 പേര് കൺസൾട്ടൻസ് ഉണ്ട്. അപ്പോൾ അവരും രോഗികളെ നോക്കുന്നതാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസ് ആണ് അവരും. അതുപോലെ തന്നെ കോളേജ് സൈഡിലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. നമുക്ക് പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള മരുന്നുകൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കൈരളി ഹെർബൽസ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അത് പോകുന്നത്. അപ്പോൾ അതും കുട്ടികൾക്ക് കാണാനും മരുന്ന് ലാർജ് സ്കെയിലിൽ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നെല്ലാം കാണാനുള്ള സൗകര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അതും മെഡിസിൻസൊക്കെ കൂടുതലും നമ്മുടെ ക്യാമ്പസിൽ നിന്ന് തന്നെ എടുക്കുന്നു. കുറേ പ്ലാന്റ്സ്
അതെല്ലാം കുറേ അതിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കുറച്ചും കൂടെ ക്വാളിറ്റി വൈസ് വളരെ നല്ല മെഡിസിൻസാണ് നമ്മളെ ഇപ്പോൾ നിൽക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലാണ്, അതായത് ടെറസ് ഭാഗം. ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ടിലെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടിങ് റൂമും രജിസ്ട്രേഷൻ കൗണ്ടറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന സെക്ഷനാണ് ആ ഒരു ഫ്ലോർ മൊത്തം. അതിൻ്റെ തൊട്ട് മുകളിൽ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഇവിടുത്തെ സ്റ്റുഡൻസിന്, അതായത് ആയുർവേദ ഡോക്ടറാകാൻ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ക്ലാസ് റൂംസാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പുറയിലായിട്ട് കാണാം വലിയ വിൻഡ് മില്ല്. അതിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ക്യാമ്പസിൽ മൊത്തം 4 ഇതാണ് വൈദ്യുതി, മറ്റേ വിൻഡ് മില്ലാണ് ഉള്ളത്. അപ്പം അത് 4. പിന്നെ സോളാർ പാനൽസ് നമുക്കുണ്ട്. സോളാർ പാനലും വേറെ ഉണ്ട്. ഈ ഏകദേശം ഇത് എത്ര ഏക്കർ? 2000 ഏക്കർ അല്ലേ? നമുക്ക് ഒരു 2000 ഏക്കർ പഞ്ചായത്തുകൾ ചേർന്നതാണ്. 3 പഞ്ചായത്ത്. ഓ ശരി. അപ്പോൾ 2000-ഓളം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു അഹല്യ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ടല്ലേ? അതെ. അതുപോലെ കോളേജുകൾ, പിന്നെ ഐ ഹോസ്പിറ്റൽ അടക്കം. പിന്നെ നമുക്ക് പുറകെ കാണുന്നത് ഡയബറ്റിക് ഹോസ്പിറ്റലാണ്. അഹല്യ ഡയബറ്റിക് ഹോസ്പിറ്റലാണ് നമ്മുടെ പുറകെ കാണുന്നത്. ആ റെഡ് ബിൽഡിങ്. ഓക്കെ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ 4 വിൻഡ് മില്ലുകളാണ് ഉള്ളത്. അതിനകത്ത് എന്തോരം കറണ്ട് ഉണ്ടാകും? നമുക്ക് 8.4 മെഗാവാട്ട് കിട്ടാറുണ്ട്. അത്രയും കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിന് പുറമെ സോളാർ വേറെ നമുക്ക് ഉണ്ട്. അത് കൊള്ളാട്ടെ. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് വലിയത് നമ്മൾ കാണുന്ന പോലെ കേട്ടോ, വലിയ സംഭവമാണ് ഇത്. എത്ര നിലയുണ്ട്? 10 നില ഉണ്ടാവും ഏകദേശം. എനിക്ക് കൊണ്ട് 10 നിലയ്ക്കുള്ള പൊക്കമുള്ള വലിയ ജയിന്റ് വിൻഡ് മില്ലുകളാണ് ഇവിടെ ഈ ഒരു ക്യാമ്പസിന്റെ ഉള്ളിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു സംഭവം ഉള്ളത്, അഹല്യ FM 90.4 എന്ന് പറയുന്ന ഒരു റേഡിയോ സ്റ്റേഷനും കൂടി ഇവിടെ ഉണ്ട്. ഇത് പാലക്കാട് മൊത്തം കിട്ടില്ലേ? പാലക്കാട് മൊത്തം കിട്ടും. പാലക്കാട് ജില്ല മുഴുവനും കിട്ടുന്ന FM സ്റ്റേഷനാണ്. കേട്ട് കൂട്ടുകൂടാം. അപ്പോൾ പാലക്കാടിൻ്റെ ഒരേ ഒരു FM സ്റ്റേഷനാണ് അഹല്യ 94.FM. 2014 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 10 വർഷമായി. ഇതുണ്ട പാലക്കാടിൻ്റെ ശബ്ദം അഹല്യ FM. എനിക്ക് പുറകിൽ കാണുന്നത് ആയുർവേദ മരുന്നുണ്ടാക്കുന്ന ഒരു യൂണിറ്റാണ്. ഏകദേശം 10 വർഷത്തോളമായിട്ട് 300-ലധികം ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്ന അഹല്യ ആയുർവേദ മരുന്ന് നിർമ്മാണ യൂണിറ്റാണ് നമ്മളിനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മരുന്നുണ്ടാക്കുന്ന യൂണിറ്റിൽ വന്നേക്കാണ്. ഇപ്പോൾ എനിക്ക് പുറകെ കാണുന്നത് ബോയിലറുകളാണ്. ഇത് 3 ബോയിലറുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കഷായം ഉണ്ടാക്കി വറ്റിക്കുന്ന പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വറ്റിച്ച ശേഷം താഴെയുള്ള ഇവാപ്പറേറ്റേഴ്സിലേക്ക് എടുത്ത് മാറ്റും. ഇവിടുന്ന് കുറുക്കി നമുക്ക് കുറുക്ക് കഷായങ്ങളും അതേപോലെ തന്നെ തൈലങ്ങളും ലേഹ്യങ്ങളും നെയ്കളും മുതലായ പ്രിപ്പറേഷൻസ് ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഡോക്ടർ വിമൽ സാറാണ്. ഇവിടെ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാം, ഈ കിടന്ന് തിളക്കുന്നത് ഇതാണ് ധന്വന്തരം തൈലം. നമ്മൾ കേട്ടിട്ടില്ല, ധന്വന്തരം തൈലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കഷായങ്ങളും ഓരോ തൈലങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് മുറിവെണ്ണ ഉണ്ടാക്കുന്നു എന്താ. അങ്ങനെ ഇവിടെ ഉണ്ടാക്കിയ മരുന്നുകൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സെഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കൊട്ടൻ ചുക്കാതി തൈലം, നമ്മുടെ സന്ധിവേദനക്കൊക്കെ ഉള്ളത്. അതുപോലെ നീലബൃങ്കാതി കേരം, മറ്റേ മുടി വളരാനോ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഓയിൽ ഉണ്ടാകും. അപ്പം അങ്ങനെ പാക്കിംഗ് സെഷനാണ് ഈ കാണുന്നത്. മരുന്നുകളെല്ലാം ഇവിടെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. നമ്മുടെ ഈ അഹല്യ ക്യാമ്പസിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ കണ്ട ഹോസ്പിറ്റലിൽ, അതായത് കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ശ്രീ ധന്വന്തരി മൂർത്തി ക്ഷേത്രമാണ്. രാവിലെ 5:30 മുതൽ 9:30 വരെ നട തുറക്കും. അതുപോലെ വൈകുന്നേരം 5 മണി മുതൽ വൈകിട്ട് 7:30 വരെ ഇവിടെ നട തുറക്കും. പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? പൂജയും കാര്യങ്ങളും ഡെയിലി ഉണ്ട്. നിത്യനിദാനങ്ങളുണ്ട്. വഴിപാടുകൾ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ധന്വന്തരി ഹോമമുണ്ട്. അതുപോലെ ധന്വന്തരി പൂജയുണ്ട്. പാൽപ്പായസ വഴിപാടുണ്ട്. പിന്നെ ജളൂക സമർപ്പണം എന്ന് പറയും. ജളൂകം പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ല, അട്ട സമർപ്പണം. കാരണം പല രോഗികളും അസുഖം ഭേദമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട്
ജലൂകം സമർപ്പിക്കാറുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു ചടങ്ങും കൂടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് പ്രതിഷ്ഠാ ദിനമാണ്. അത് മീനമാസത്തിലെ അപ്പു നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാ ദിനം വരുന്നത്. അത് നമ്മളിവിടെ ആനയും പഞ്ചവാദ്യവും അങ്ങനെ വലിയതായിട്ട് ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ട് തന്നെ ഈ ഒരു ആൽത്തറയിൽ ഒരു ബുദ്ധൻ്റെ പ്രതിമ നമുക്ക് കാണാം. അത് ക്ഷേത്രമല്ലല്ലോ, ബുദ്ധന്റെ പ്രതിമയാണ് എങ്കിലും അവിടെ വിളക്ക് വെക്കാറുണ്ട്. പിന്നെ ബുദ്ധപൂർണിമ സമയത്താണ്, മെയ് മാസത്തിലാണ് ബുദ്ധപൂർണിമ വരുന്നത്. അപ്പോൾ ബുദ്ധപൂർണിമ സമയത്ത് നമ്മൾ 7 ദിവസം അവിടെ ആഘോഷം നടത്താറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഋഷഭാദ്രി ഔഷധ ഉദ്യാനത്തിലാണ്. അതായത് ഏകദേശം 2 ഏക്കറോളം വരുന്ന ഈ ഒരു സ്ഥലത്ത് മുഴുവനും ഔഷധ ചെടികളാണ്. നമുക്കിവിടെ കാണാം ഏഴിലമ്പാല അല്ലെങ്കിൽ രാസനാദി എന്നൊക്കെ പറയുന്നത്, രാസനാദി പൊടിയില്ല, അതിൻ്റെയൊക്കെ ചെടികൾ നമുക്ക് കാണാം. അപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസിന് ഇതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാനുള്ള അവസരം കൂടിയാണ് ആക്ച്വലി ഇവിടെ ഉള്ളത് കേട്ടോ. ഇത് ഈ ഒരു ഭാഗം മാത്രം ഏകദേശം 2 ഏക്കർ ഉണ്ട്. അത് കൂടാണ്ട് ടോട്ടൽ ഇതുപോലെ ഔഷധ ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന 7 ഏക്കറോളം വരുന്ന സ്ഥലമാണ് ഈ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിലുള്ളത്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. 3 നിലകളായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയിലാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് മറ്റേ കനാകുന്ന് കൊട്ടാരം പോലെയൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ബിൽഡിംഗ് കാണാം. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ആർട്ട് ഗാലറി ഉണ്ട്, പഴയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, കാർട്ടൂൺസ് ഉണ്ട്, ഗാലറികളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന ആളുകളാണ് ഈ നിൽക്കുന്നത്. സാർ നമസ്കാരം. പേരെന്ന്? ഡോക്ടർ വർമ്മ. രവിദാസ് വർമ്മ. ആദിത്യ. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. പിന്നെ സൗത്ത് ഇന്ത്യൻ ലൈഫ് സ്റ്റൈൽസിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് ഇതിൻ്റെ കൂടെ ചേർന്ന്. പിന്നെ വരുന്നത് മ്യൂറൽ ഗാലറി ഉണ്ട്. അത് 22 പെയിൻറ്റിങ്സ് ഉണ്ട്. then ട്രൈബൽ മ്യൂറൽ ഗാലറി, പിന്നെ കാരിക്കേച്ചർ ഗാലറി, then ഓയിൽ പെയിൻറ്റിങ് ഗാലറി, പിന്നെയുള്ള കൂത്തമ്പലം ഓപ്പൺ എയർ തിയേറ്റർ, പിന്നെ ടെറാക്കോട്ട മ്യൂസിയം 256 ശില്പങ്ങളുണ്ട്. ശരി, ടെറാക്കോട്ട മ്യൂസിയം. പിന്നെ നമുക്ക് ബെസ്റ്റ് ഗാലറി ഉണ്ട്, 36 നാഷണൽ ഇന്റർനാഷണൽ ലെവലുള്ള ആൾക്കാരുടെ ഗാലറി. പിന്നെ അയ്യനാർ ടെമ്പിൾ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ പുറത്ത് ഓപ്പൺ എയർ ഒരു സ്റ്റേഡിയം കൂടി ഉണ്ടല്ലോ. ഓപ്പൺ എയർ, അതാണ് കൂത്തമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ ഓപ്പൺ എയർ സ്റ്റേഡിയം. ഇവിടെ ശരിക്കും ഉണ്ടല്ലോ ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ 1-2 ദിവസം നിന്നാലൊന്നും ഇത് കണ്ടുതരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് അറിയാമോ? ഇവിടുത്തെ ഒരു ശില്പങ്ങളുടെ പാർക്കിലാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശില്പം ഏതാണ്? നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശില്പങ്ങളുടെ പാർക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പുറകിൽ കാണാം, ഇവിടെയൊക്കെ കണ്ട ഒരാൾ കിടക്കുന്ന രീതിയിൽ ഇത് കരിങ്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് 100 കണക്കിന് ശില്പങ്ങളുള്ളൊരു പാർക്കാണിത്. ഇത് ആരാണ് കൊത്തിയെന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് പേരുകളും അയാളുടെ സ്ഥലങ്ങളും ഏതാണെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതേപോലത്തെ കരിങ്കല്ലിൽ കൊത്തിയിട്ടുള്ള 100 കണക്കിന് ശില്പങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നോക്കി, ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ വിൻഡ് മില്ലുണ്ട്, അതിൻ്റെ സൗണ്ട് അത് കറങ്ങുന്നത് നമുക്ക് ഇവിടെ കേൾക്കാം. പിന്നെ കംപ്ലീറ്റ്ലി ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. ഭയങ്കര അടിപൊളി ആംബിയൻസാണ്. അതുപോലെ തന്നെ നമ്മളൊപ്പം ശരത്തുണ്ട്. ശരത്ത് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ശരിക്കും ഒരുപാട് എത്ര ശില്പങ്ങളുണ്ട് ഇവിടെ? ഇവിടെ ഏകദേശം 118 ശില്പങ്ങളുണ്ട്. 118 ശില്പങ്ങളുണ്ടല്ലേ? നമ്മുടെ ഈ പാർക്കിനൊരു പേരുണ്ട്, സ്ത്രൈനം, അതായത് സെലിബ്രേഷൻ ഓഫ് വുമൺഹുഡ്. ഇവിടെയുള്ള 118 ശില്പങ്ങളും വ്യൂമൻസിനെ ആദരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ശരി. ഇന്ത്യയിലുടനീളം ഏകദേശം 65 ആർട്ടിസ്റ്റുകൾ പല ഭാഗത്തു നിന്ന് വന്നിട്ട് അവർ ക്രിയേറ്റ് ചെയ്താണ് നമ്മുടെ ശില്പങ്ങളെല്ലാം. ആ ആർട്ടിസ്റ്റിൻ്റെ പേരും ശില്പങ്ങളുടെ പേരും നമ്മൾ ഉണ്ടല്ലേ?
ഓക്കെ. അപ്പോൾ ഇനിയും പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? ഇവിടെ 24/7 ആർട്ടിസ്റ്റുകൾ ശില്പം ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 118 ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത്. നാളെ ഇത് 150, 200 ഒക്കെ ആവാം അല്ലേ? അപ്പോൾ അഹല്യയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇത് ആക്ച്വലി ഈ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്നൊന്നും തീരുമില്ല. കാരണം 2000-ഓളം ഏക്കറിൽ വ്യാപിച്ചെടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും ഒരുപാട് കാഴ്ചകൾ ആക്ച്വലി കാണിക്കാനുണ്ട്, നമുക്ക് പിന്നീട് ഒരവസരത്തിൽ കാണിക്കാം. അപ്പോൾ അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഞാൻ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട ലൊക്കേഷനും അതിൻ്റെ ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും നമുക്ക് ഈ ഹോസ്പിറ്റലിൽ വരാം. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യണ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.